എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ പ്രകൃതി ശക്തിയുടെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ കർമ്മത്തെ ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ അമ്മേ സർവേശ്വരി. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥ സ്കന്ധം അധ്യായം 9 ഇന്ന് ആരംഭിക്കുന്നത്. ധ്രുവന്റെ മുന്നിൽ ഭഗവാൻ അവതരിക്കുന്നതും ധ്രുവ മഹാരാജാവ് തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോകുന്നതുമാണ് നമ്മൾ ഈ ഒരു അധ്യായത്തിൽ കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കി, ധ്രുവൻ 5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞാണ്. അച്ഛൻ ഉത്താനപാദ രാജാവിൻ്റെ സ്വയംഭുവ മനുവിൻ്റെ 2 പുത്രന്മാരിൽ ഒരാൾ. ഉത്താനപാദ മഹാരാജാവിന് 2 പത്നിമാരെ, സുരുചി, സുനീതി. അതിൽ സുരുചിയോടാണ് കൂടുതൽ പ്രിയം. സുരുചിയുടെ പുത്രനാണ് ഉത്തമൻ. അപ്പോൾ മഹാരാജാവ് ഒരിക്കൽ ഉത്തമനെ മടിയിലിരുത്തി സ്നേഹിക്കുന്നത്, അതായത് ലാളിക്കുന്നത് കണ്ട ധ്രുവന് 5 വയസ്സുള്ള മകനാ. അച്ഛൻ തന്നെയും അതുപോലെ മടിയിൽ കയറ്റിയിരുത്തി അച്ഛൻ്റെ സ്നേഹം അനുഭവിക്കാൻ കൊതിച്ച് ഓടിച്ചെന്ന് അച്ഛൻ്റെ കാലിൽ പിടിച്ചിങ്ങനെ മടിയിൽ കയറാൻ ശ്രമിക്കുമ്പോൾ മഹാരാജാവ് പിതാവ് അവനെ അവഗണിച്ചു, കണ്ടതായി ഭാവിച്ചതേയില്ല. ഈ സമയം ചിറ്റമ്മ സുരുചി എന്ന ഉത്താനപാദ മഹാരാജാവിൻ്റെ മറ്റേ ഭാര്യ അവിടെ ഇരുന്ന് ധ്രുവനെ അധിക്ഷേപിച്ച് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മടിയിൽ കയറി ഇരുന്ന് ഉത്തമനെ പോലെയുള്ള സ്നേഹവാത്സല്യം അനുഭവിക്കാൻ നിനക്ക് സാധിക്കാതിരുന്നത് നീ എൻ്റെ ഗർഭത്തിൽ പിറക്കാതെ പോയതുകൊണ്ടാണ്. നീ അദ്ദേഹത്തിൻ്റെ പുത്രനായിരിക്കാം, പക്ഷെ നീ എൻ്റെ ഗർഭത്തിലല്ല, സുനീതിയുടെ ഗർഭത്തിലാണ് ജനിച്ചത്. അതുകൊണ്ടാണ് നിനക്ക് അതിനുള്ള ഭാഗ്യമില്ലാണ്ടായത്. അപ്പം അതുകൊണ്ട് നീ ആഗ്രഹിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ മടിയിലിരുന്ന് പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കാനും വലുതായി കഴിയുമ്പോൾ ഈ രാജ്യത്തിൻ്റെ സിംഹാസനത്തിൽ കയറി ഇരിക്കാനും നിനക്ക് സാധിക്കണമെങ്കിൽ നീ പോയി ഭഗവാനെ പ്രാർത്ഥിക്കുക, അടുത്ത ജന്മത്തിലെങ്കിലും എൻ്റെ പുത്രനായി ജനിക്കാനുള്ള ഭാഗ്യം തരണേ എന്ന്. ഇങ്ങനെ പറഞ്ഞ് ധ്രുവനെ അപമാനിച്ചയക്കുകയാണ്. അപ്പം ധ്രുവൻ അങ്ങോട്ട് ഭയങ്കര സങ്കടമായിട്ട്, 5 വയസ്സല്ലേ ഉള്ളൂ, സ്വന്തം അമ്മേരെ അടുത്തേക്ക് ഓടി വരികയാണ് കരഞ്ഞുകൊണ്ട്. അപ്പോഴേക്കും അവിടെ നടന്ന സംഭവങ്ങളൊക്കെ സുനീതി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ധ്രുവൻ ഓടിച്ചെന്ന് അമ്മോട് സങ്കടം പറഞ്ഞപ്പോൾ ധ്രുവൻ്റെ അമ്മ മടിയിൽ കയറ്റി ഇരുത്തി അവനെ ആശ്വസിപ്പിച്ചു. മകനെ, നീ ഭഗവാന്റെ ഏതൊരു സങ്കടവും ഏതൊരു ദുഃഖവും ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ കൊണ്ട് വെക്കാനാണ് നമുക്കൊക്കെ മടി. അത് അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഭഗവാൻ നിനക്ക് അതിനുള്ള ഉത്തരം നൽകും. നീ നിന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കാതെ നീ നിന്റെ ദുഃഖത്തെ ഭഗവാനിൽ സമർപ്പിച്ചു നോക്കൂ, നിന്റെ ദുഃഖം അതോടുകൂടി ഭഗവാൻ മാറ്റിത്തരുമെന്ന് പറഞ്ഞ അമ്മയുടെ വാക്കുകളുടെ അന്തരാർത്ഥം മനസ്സിലാക്കിയ ധ്രുവൻ ആ കൊട്ടാരം വിട്ടിറങ്ങാണ്. ഭഗവാനെ അന്വേഷിച്ച് ധ്രുവൻ ആ റിസ്ക് എടുത്ത് അങ്ങോട്ട് ഇറങ്ങിയോടുകൂടി പിന്നെ പ്രകൃതിയാണ് ധ്രുവനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നാരദ മഹർഷിയെ തന്നെ ആ പ്രകൃതി മുന്നിലേക്ക് എത്തിച്ചു, വഴി പറഞ്ഞു കൊടുത്തു, എവിടെ പോയി തപസ് ചെയ്യണം, ഏത് നാമം ജപിച്ച് തപസ് ചെയ്യണം, ഏത് മന്ത്രം ജപിക്കണം, എങ്ങനെ ചെയ്യണം എന്നുള്ള എല്ലാ ഉത്തരങ്ങളും ആ ധ്രുവന് കൊടുത്തു. അത് കേട്ട് ധ്രുവൻ അങ്ങനെ മധുവനത്തിൽ പോയി ഭഗവാനെ തപസ് ചെയ്യാൻ വെറും 5-6 മാസമേ നിന്നുള്ളൂ. ആദ്യത്തെ മാസം 3 ദിവസം കൂടുമ്പോഴേ ഭക്ഷണം കഴിച്ചുള്ളൂ. പിന്നെ അത് 6 ദിവസമായ അതും ഉണങ്ങിയ ഇലകളൊക്കെ കഴിച്ചു. പിന്നെ അത് 9 ദിവസമായപ്പോൾ ജലം മാത്രം കഴിച്ചു. പിന്നെ 12 ദിവസം കൂടുമ്പോൾ വായു മാത്രം ഭക്ഷിച്ചു. ഒറ്റക്കാലിൽ നിന്നുള്ള കഠിന തപസ്സായിരുന്നു ധ്രുവന്റെ. അപ്പൊ പ്രാണവായുവിനെ ധ്രുവൻ അങ്ങോട്ട് അടക്കിയപ്പോൾ ലോകം മുഴുവൻ ശ്വാസം കിട്ടാതെ കിടന്ന് ഞെരുങ്ങാൻ തുടങ്ങി. ഉടനെ ദേവന്മാരെല്ലാവരും ബ്രഹ്മദേവനെ പോയി കണ്ടു. ഭഗവാനെ, ശ്വാസം കിട്ടാതെ എല്ലാവരും വിഷമിക്കുന്നു, എന്തുകൊണ്ടാണ് അതിങ്ങനെ സംഭവിക്കണേന്ന്.
അപ്പോൾ മഹാവിഷ്ണുവിനെ, ബ്രഹ്മാവിനെയല്ല മഹാവിഷ്ണുവിനെ പോയി കണ്ടു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിങ്ങളാരും വിഷമിക്കേണ്ട, ഇത് ഉത്താനപാത മഹാരാജാവിൻ്റെ പുത്രനായി വെറും 5 വയസ്സ് മാത്രം പ്രായമുള്ള ധ്രുവൻ ചെയ്യുന്ന കഠിന തപസ് കൊണ്ടാണ് ഈ ലോകം മുഴുവനും ഇങ്ങനെ ശ്വാസം കിട്ടാതെ ഞെരുങ്ങുന്നത്. നിങ്ങൾ പേടിക്കേണ്ട, ഭയമൊക്കെ കളഞ്ഞ് നിങ്ങളുടെ സ്വധാമത്തിലേക്ക് തിരിച്ചു പോയിക്കോളൂ, ധ്രുവൻ്റെ തപസ്സിനെ ഞാൻ അവസാനിപ്പിച്ചു തരാം, ഇത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ അധ്യായം അവസാനിച്ചത്. ഇന്ന് നമ്മൾ കാണുന്നു ശ്ലോകം 1, മൈത്രേയ ഉവാച. മൈത്രേയ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ് വിതുരർക്ക്. ത ഏവം ഉത്സന്നഭയ ഉരുക്രമേ കൃതാവനാമാഹ പ്രയയുഹു ത്രിവിഷ്ടഭം സഹസ്രശീർഷഃ അഭി തതഃ ഗുരുത്മദഃ മദോഹോ വനം ഭൃത്യ ദിദൃക്ഷയാ ഗതഃ. ത എന്ന് പറഞ്ഞാൽ അവിടെ തേ എന്ന് വിചാരിക്കണം. തേ എന്ന് വെച്ചാൽ ആ ദേവന്മാർ ഏവം ഇപ്രകാരം ഉത്സന്ന ഭയമൊക്കെ പോയവരായി ഉരുക്രമേ ഭഗവാനെ കൃതാവനാമ ഭഗവാനിൽ അർപ്പിതമായ മനസ്സോടെ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ത്രിവിഷ്ടഭം സ്വർഗത്തിലേക്ക് അവരവരുടെ ഗ്രഹത്തിലേക്ക് പ്രയയുഹു പോയി എന്ന്. അപ്പോൾ ഇപ്രകാരം ദേവന്മാരൊക്കെ ഭഗവാൻ പറഞ്ഞല്ലോ, പേടിക്കേണ്ട, നിങ്ങളൊക്കെ നിങ്ങളുടെ ഗ്രഹത്തിലേക്ക് പൊക്കോളൂ, ഇത് ഞാൻ പരിഹരിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഭയമൊക്കെ പോയി ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ദേവന്മാരെല്ലാം അവരവരുടെ ഗ്രഹത്തിലേക്ക് സ്വർഗത്തിലേക്ക് തിരിച്ചുപോയി. ഈ സമയം തതഹ അവിടെ സഹസ്രശീർഷഃ അഭി 1000 തലകളോട് കൂടിയ ഭഗവാനാകട്ടെ ഗുരുത്മത ഗരുഡന്റെ പുറത്ത് കയറിയിട്ട് മദോർവനം മധുവനത്തിലേക്ക് ഭൃത്യ ഭക്തൻ തൻ്റെ ആ ഭക്തനെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ഗതഃ ഭഗവാൻ പോയി എന്ന്. ദേവന്മാർ പോയപ്പോൾ ഭഗവാൻ തൻ്റെ ആ ഭക്തനെ, വെറും 5 വയസ്സല്ലേ ഉള്ളൂ ഭഗവാൻ, അതൊരു 5 മാസത്തെ തപസ്സേ കൊടുത്തുള്ളൂ, അത്രയ്ക്കേ ഈഗോ ഉള്ളൂ ധ്രുവൻ്റെ ഉള്ളിൽ നിന്ന് കൊഴിഞ്ഞു പോകാനേ. പ്രായം കൂടുന്തോറും ഈഗോ കൂടും അല്ലേ, നമ്മുടെ അഹങ്കാരം കൂടും. പ്രായം കുറയും തോറും നമ്മളെക്കാൾ ശുദ്ധ മനസ്സ് കുഞ്ഞുങ്ങൾക്കാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അവർക്ക് ഈഗോ കുറവാണ്. അപ്പം അത്രയ്ക്ക് 5 മാസേ ഭഗവാൻ സമയം അതിന് മതി എന്ന് തീരുമാനിച്ചത് അതുകൊണ്ടാണ്. എന്നിട്ട് എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിനെ കാണാൻ, എൻ്റെ ഭക്തനെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ഗരുഡന്റെ പുറത്തേറി ഭഗവാൻ അങ്ങനെ മധുവനത്തിലേക്ക് പോയി. ശ്ലോകം 2. സ വൈധിയ യോഗവിഭാഗ തീവ്രയാ ഹൃത്പത്മകോശേ സ്ഫുരിതം തടിപ്രഭം തിരോഹിതം സഹസായേവ ഉപലക്ഷ്യ ബഹിസ്ഥിതം തദ് അവസ്ഥം ദദർശ. സായേവ ആ ധ്രുവനാകട്ടെ ധിയ എന്ന് വെച്ചാൽ ബുദ്ധി, യോഗവിഭാഗ തീവ്രയ അതായത് യോഗവിഭാഗ എന്ന് വെച്ചാൽ ആ യോഗാവസ്ഥയുണ്ടല്ലോ, ധ്യാനത്തിൻ്റെ യോഗാവസ്ഥയുടെ മൂർധന്യാവസ്ഥ എന്ന് പറഞ്ഞാൽ സമാധി അവസ്ഥയുടെ കാഠിന്യത്തിൽ ആ തീവ്രതയിൽ പെട്ടിട്ട് ഹൃത്പത്മകോശേ താമരപ്പൂ പോലെയുള്ള തൻ്റെ ഹൃദയത്തിൽ ഭഗവാനെ കണ്ടിങ്ങനെ ധ്യാനിച്ച് ആ ധ്യാനത്തിൻ്റെ സമാധി അവസ്ഥയിൽ ഇങ്ങനെ അതിൻ്റെ തീവ്രതയിൽ മുഴുകി നിൽക്കുകയാണ് ഈ സമയം ധ്രുവൻ. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുക, ധ്രുവൻ്റെ മുന്നിൽ ഒരാൾ വന്ന ധ്രുവൻ അറിയോ തോന്നുന്നുണ്ടോ? മനസ്സിലെ ഹൃദയപത്മത്തിൽ ഭഗവാന്റെ രൂപം കണ്ടുകൊണ്ട് അതിനെ മാത്രം ഇങ്ങനെ കണ്ണടച്ച് അതിൽ മാത്രം ഏകാഗ്രപ്പെട്ട് മനസ്സടങ്ങി ആ സമാധിയിൽ, തീവ്ര സമാധിയിൽ മുഴുകിയിരിക്കുന്ന ധ്രുവൻ്റെ മുന്നിൽ ഒരാൾ എത്തിയാൽ ധ്രുവൻ അറിയോ? അറിയില്ല. നമ്മൾ കേട്ടിട്ടുണ്ട് ഇത്, പരീക്ഷിത് മഹാരാജാവിൻ്റെ കഥ അല്ലേ. ആ ഗുരു മുനി യോഗസമാധിയിൽ മുഴുകിയിരിക്കുമ്പോഴാണ് പരീക്ഷിത്ത് വരുന്നത്. അദ്ദേഹം അറിഞ്ഞേ ഇല്ല അത്, ആ അവസ്ഥയുടെ തീവ്രത കൊണ്ട്. അതുകൊണ്ട് തന്നെ ധ്രുവനും ഇതുപോലെ അറിയും, ആ ഭഗവാൻ മുന്നിൽ വന്നാൽ അത് അറിയില്ല എന്ന് ഭഗവാന് മനസ്സിലായി. അത്രയ്ക്ക് കഠിന സമാധിയിലാണ് ധ്രുവൻ നിൽക്കുന്നത് എന്ന് ഭഗവാന് മനസ്സിലായി. ആ സമാധി അവസ്ഥയിൽ നിന്ന് ധ്രുവൻ ഉണരണമെങ്കിൽ എന്ത് സംഭവിക്കണം? ധ്രുവൻ്റെ മനസ്സിൽ നിന്ന് ഭഗവാന്റെ പിക്ചർ പോകണം അല്ലേ. ഭഗവാനെ ആ മനസ്സിൽ രൂപം ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആ ധ്രുവൻ്റെ മനസ്സിൽ പിന്നെ ആ രൂപം കാണാൻ പറ്റാണ്ടാവണം. അപ്പോഴേ ധ്രുവൻ മനസ്സിൽ നിന്ന് ആ ഒരു തപസ്സിൽ നിന്ന്, ആ ഒരു ധ്യാനത്തിൽ നിന്നും പുറത്തേക്ക് വരുള്ളൂ. അതിങ്ങനെ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കണം. അപ്പം മനസ്സിൽ പ്രത്യക്ഷപ്പെട്ടു ഭഗവാൻ. മനസ്സിൽ എന്താ പറയുക, ഉള്ളിൽ അന്തർയാമിയായിരിക്കുന്ന ഉള്ളിലിരിക്കുന്ന ഭഗവാൻ പ്രകാശിച്ചു, പ്രത്യക്ഷപ്പെട്ടു. പക്ഷെ അതിലിങ്ങനെ ഏകാഗ്രപ്പെട്ടിരിക്കണം മനസ്സ്. അതിൽ നിന്ന് പോരണമെങ്കിൽ ഭഗവാൻ അവിടെ നിന്ന് മായണം, ഉള്ളിൽ നിന്ന് മായണം.
എന്നാലേ ധ്രുവൻ പോരുള്ളൂ. അപ്പോൾ താൻ മുന്നിൽ വന്ന് നിൽക്കുന്നത് ധ്രുവൻ അറിയണമെങ്കിൽ താൻ ധ്രുവന്റെ ഉള്ളിൽ നിന്ന് ആദ്യം ഒന്ന് പോകണം, മാഞ്ഞു പോകണം. അതിനുവേണ്ടി ഭഗവാൻ എന്ത് ചെയ്തു? ഹൃത് പത്മകോശേ, ധ്രുവന്റെ ഹൃദയ പത്മത്തിൽ ആ ഹൃദയമാകുന്ന താമരയിൽ ഇങ്ങനെ സ്ഫുരിതം പ്രകാശിച്ചു നിൽക്കുകയാണ്. തടിപ്രഭം, ഒരു ഇടിമിന്നൽ പോലെ പ്രകാശിച്ചു നിൽക്കുന്ന ആ ഭഗവാന്റെ രൂപം സഹസായേവ, വളരെ പെട്ടെന്ന് തന്നെ തിരോഹിതം, മാഞ്ഞുപോയി എന്ന്. അപ്പോൾ ഭഗവാൻ തന്നെയാണ് അത് മാച്ചു കളഞ്ഞത്. ഇല്ലെങ്കിൽ ധ്രുവൻ അറിയില്ല, ഈ ധ്യാനത്തിൽ നിന്നും പുറത്തേക്ക് വരില്ല. അത് വരണമെങ്കിൽ ഉള്ളിൽ നിന്ന് മായണം രൂപം. തൻ്റെ രൂപം ഉള്ളിൽ നിന്ന് മാച്ചാലേ ധ്രുവൻ വരുള്ളൂ എന്നറിയാം. അപ്പം അതുകൊണ്ട് ഭഗവാൻ വളരെ പെട്ടെന്ന് ആ ഉള്ളിൽ ഇടിമിന്നൽ പ്രഭ പോലെ ശോഭിച്ചു നിരുന്ന ഭഗവാന്റെ രൂപം അവിടെ നിന്ന് കാണാതായപ്പോൾ ഉപലക്ഷ്യ, ഭഗവാൻ തൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ധ്രുവൻ ബഹിസ്ഥിതം, പെട്ടെന്ന് തന്നെ ബഹിസ്ഥിതം എന്ന് വെച്ചാൽ കണ്ണു തുറന്നപ്പോൾ പുറത്ത് തൻ്റെ മുന്നിൽ അതാ കാണുന്നു തദവസ്ഥം, മനസ്സിൽ കണ്ട അതേ രൂപത്തിൽ ദദർശ, പുറത്ത് ധ്രുവൻ ഭഗവാനെ കണ്ടു എന്ന്. അപ്പം എത്ര ഭംഗിയായിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ അവിടെ അറിയണേ അല്ലേ? നമ്മൾ ആ അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് കടക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് അത് മാച്ചു കളയണം എന്ന് ഭഗവാനും മനസ്സിലായപ്പോൾ ധ്രുവൻ്റെ മനസ്സിൽ നിന്ന് ഭഗവാൻ ആ രൂപം അങ്ങോട്ട് മാച്ചു, മനസ്സിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. അപ്പം അതിലിങ്ങനെ മനസ്സിൽ അത് കണ്ടുകൊണ്ട് നിന്നിരുന്ന ധ്രുവന് അത് കാണാതായപ്പോൾ ഒരു അസ്വസ്ഥത വന്ന് ധ്രുവൻ അങ്ങനെ ധ്യാനത്തിൽ നിന്ന് കണ്ണാ തുറന്നപ്പോൾ തൻ്റെ മുന്നിൽ ധ്രുവൻ കാണുന്നത് തൻ്റെ മുന്നിൽ മനസ്സിൽ കണ്ട അതേ രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നിൽക്കുന്നതാണ് കണ്ടത്. ശ്ലോകം 3. തത് ദർശനേന ആഗത സാധ്വസഃ ക്ഷിതൗ അവന്തത അംഗം വിനമയ്യ ദണ്ഡവത് ഭൃഗ്ഭ്യാം പ്രപശ്യൻ പ്രബിബൻ ഇവ അർഭകഃ ചുംബൻ ഇവ ആസ്യേന ഭുജൈഹി ഇവ ആശ്ലിഷൻ. 5 വയസ്സുള്ളൊരു കുഞ്ഞിൻ്റെ മനസ്സാണ് കേട്ടോ ഇത്. തത് ദർശനേന, അങ്ങനെ ഒരു മനസ്സിലാക്കിയിട്ട് വേണം നമ്മളിത് കേൾക്കാൻ. ഒരു ഭക്തൻ എന്നല്ല, 5 വയസ്സുള്ളൊരു കുഞ്ഞിൻ്റെ മനസ്സ്, അങ്ങനെ വേണം ഇത് കേൾക്കാൻ കേട്ടോ. തത് ദർശനേന, അതായത് ഭഗവാനെ കണ്ട മാത്രയിൽ ആഗത സാധ്വസ, ആകെ വെപ്രാളമായ മനസ്സായി ഇന്ന് ധ്രുവന്. ഉള്ളിൽ കണ്ട ഭഗവാനെ കണ്ണുകൊണ്ട് ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ കാണുകയാണ് അതേ രൂപത്തിൽ. അപ്പോൾ ആകെ പരിഭ്രമിച്ചൊരു മനസ്സോടുകൂടി ക്ഷിതൗ, ആ ഭൂമിയിൽ അവന്തത, നമസ്കരിച്ചു, അംഗം, തൻ്റെ ശരീരത്തെ ദണ്ഡവത്ത്, ഒരു വടിയെ പോലെ, വിനമയ്യ, ആ നിലത്തങ്ങട് കിടത്തിയിട്ടെന്ന്, അതായത് ആ സാഷ്ടാംഗം നമസ്കരിച്ചു ഭഗവാനെ. ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ധ്രുവൻ ആകെ പരിഭ്രമിച്ചു. അത്രയും ചെറിയ കുഞ്ഞല്ലേ. അപ്പം ഒരു ഭഗവാനോടുള്ള ബഹുമാനം, ആദരവ് ഞാൻ എങ്ങനെയാണ് കാണിക്കേണ്ടതെന്നൊന്നും അറിയില്ലല്ലോ. അപ്പം മനസ്സിൽ പെട്ടെന്ന് തോന്നിയത് എന്തായിരുന്നു? ആ ഭൂമിയിൽ അങ്ങോട്ട് ഒരു വടി പോലെ അങ്ങോട്ട് കിടന്നിട്ട് ഭഗവാനെ താണ് കേണ് അങ്ങോട്ട് വണങ്ങി. അത് കഴിഞ്ഞപ്പോൾ ധ്രുവൻ എന്താ ചെയ്തേന്നോ? ഭൃഗ്ഭ്യാം എന്ന് വെച്ചാൽ തൻ്റെ കണ്ണുകൾ കൊണ്ട് പ്രബിബൻ എന്ന് വെച്ചാൽ ഇങ്ങനെ വലിച്ചു കുടിക്കുന്ന പോലെ, പ്രപശ്യൻ, ഭഗവാനെ ഇങ്ങനെ നോക്കി നിന്നു എന്ന്. ആ കണ്ണുകൊണ്ട് ഭഗവാന്റെ രൂപത്തെ ഇങ്ങനെ വലിച്ചു കുടിക്കണ പോലെ ഭഗവാനെ ഇങ്ങനെ കണ്ട് തന്നെ നോക്കി നിന്നു എന്ന്. അർഭക എന്ന് വെച്ചാൽ ആ കുഞ്ഞു ബാലൻ എന്നർത്ഥം. മനസ്സിലായോ? കുഞ്ഞു ബാലനായ ധ്രുവൻ അങ്ങനെ ഭഗവാനെ നോക്കി നിന്നു. അങ്ങനെ നോക്കി നിന്നപ്പോൾ ധ്രുവൻ എന്താ തോന്നിയെന്നാ? ചുംബൻ ഇവ ആസ്യേന, ഓടിച്ചെന്ന് ഭഗവാനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നിയെന്ന് ധ്രുവന്. പിന്നെ ഭുജൈഹി ഇവ, കൈകൾ കൊണ്ട് ആശ്ലിഷൻ, കെട്ടിപ്പിടിക്കാനും തോന്നിയെന്ന്. പക്ഷെ അത് ചെയ്യാൻ ഒരു പേടി, അത് ആദരവ് കുറവാവോ എന്നൊക്കെ ഒരു പേടി, അത്രയുള്ള അറിവല്ലേ ഉള്ളൂ. അപ്പോൾ ഭഗവാനെ അങ്ങോട്ട് കണ്ട മാത്രയിൽ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നി, ഒരു ഉമ്മ കൊടുക്കാൻ തോന്നി ധ്രുവന്. ഇതൊക്കെ മനസ്സിൽ തോന്നുന്നുണ്ട്. അപ്പോൾ പക്ഷേ അതിനൊരു ഭയവും ഒരു പരിഭ്രമവും, അങ്ങനെ ചെയ്യാൻ പാടുമോ, അത് ആദരവ് കുറവാവോ എന്നൊക്കെ പേടി. എന്നാൽ ഭഗവാനെ തന്നെ ഇങ്ങനെ നോക്കി, ഇങ്ങനെ വലിച്ചു കുടിക്കണ പോലെ നോക്കി ഇങ്ങനെ നിന്നുകൊണ്ട് അവസാനം ഭഗവാന്റെ പാദങ്ങളിൽ ദണ്ഡ നമസ്കാരം ചെയ്തു. അപ്പോൾ ധ്രുവൻ അറിയില്ലല്ലോ ആ മനസ്സിൽ കൂടെ പോകുന്ന ഓരോ ചിന്തകളും ഓരോ ആഗ്രഹങ്ങളും, ഈ ആഗ്രഹങ്ങളെയും ചിന്തകളെയും ഉണ്ടാക്കുന്ന സൃഷ്ടികർത്താവ് ആ ഭഗവാനാണെന്ന് ധ്രുവൻ അറിയാനുള്ള പ്രായമായിട്ടില്ല. അപ്പോൾ ഭഗവാൻ അറിയുന്നുണ്ടായിരുന്നു ധ്രുവൻ എന്നെ കെട്ടിപ്പിടിക്കാനും എന്നെ ഉമ്മ വയ്ക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഭഗവാന് മനസ്സിലായപ്പോൾ ഭഗവാൻ തിരിച്ചെന്താ ചെയ്തേന്നോ? അതാണ് ശ്ലോകം 4 പറയുന്നത്. സഹതം വിവക്ഷന്തം
അതത് വിധം ഹരിഹി ജ്ഞാത്വാ അസ്യ സർവസ്യ ച ഹൃദ്യവസ്ഥിതഃ കൃതാഞ്ജലിം ബ്രഹ്മമയേന കമ്പുന പസ്പർശബാലം കൃപയാ കപോലേ. സഹ ആ ഭഗവാൻ വിവക്ഷന്തം, ആ വിവക്ഷന്തം എന്ന് വെച്ചാൽ തന്നെ നമസ്കരിച്ച്, തൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ച് തന്നെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും ഒക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന അതദ്വിധം എന്നാൽ ഈ വിധത്തിലൊക്കെ, എന്നാൽ അതിനൊന്നും അങ്ങനെയൊന്നും തന്നോടുള്ള സ്നേഹവും ആദരവും എങ്ങനെയാണ് കാണിക്കേണ്ടത്, എങ്ങനെ സ്തുതിക്കണം, ഭഗവാനെ സ്തുതിക്കുകയാണോ ചെയ്യേണ്ടത്, ഭഗവാനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണോ ഉമ്മ കൊടുക്കുകയാണോ, എങ്ങനെയാ ആ സ്നേഹവും ആദരവും കാണിക്കേണ്ടതൊന്നും അറിയാതെ പേടിച്ചു നിൽക്കുന്ന ധ്രുവനെ തം ശ്രീഹരി തം ആ ഭഗവാൻ ജ്ഞാത്വാസ്യ, ആ ഭഗവാൻ ജ്ഞാത്വ എന്ന് വെച്ചാൽ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അസ്യ സർവസ്യ, അസ്യ എന്ന് വെച്ചാൽ ധ്രുവൻ്റെയും, സർവസ്യ എന്ന് വെച്ചാൽ സർവചരാചരങ്ങളുടെയും ഹൃദയവസ്ഥിത, ഹൃദയത്തിൽ വസിക്കുന്നവനായ ഭഗവാൻ എന്നുവെച്ചാൽ ധ്രുവൻ്റെയും സർവചരാചരങ്ങളുടെയും ഹൃദയത്തെ, മനസ്സിനെ, ബുദ്ധിയെ, ശരീരത്തെ ഒക്കെ ചലിപ്പിക്കുന്ന ആ ഭഗവാൻ ധ്രുവൻ്റെ മനസ്സിൽ തന്നെ എങ്ങനെ സ്നേഹിക്കണം, തന്നോടുള്ള ആദരവ് എങ്ങനെ കാണിക്കണം എന്ന് അറിയാതെ, അതിനുള്ള പരിചയമില്ലാതെയാണ് നിൽക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് കൃതാഞ്ജലി, തൻ്റെ മുന്നിൽ തൊഴുകൈകളോടുകൂടി നിൽക്കുന്ന ധ്രുവനെ ബ്രഹ്മമയേന കമ്പുന, ബ്രഹ്മമയേന എന്ന് വെച്ചാൽ എന്താണെന്നല്ലോ, വേദമന്ത്രങ്ങളുടെ പദങ്ങൾക്ക് അനുയോജ്യമായി ഇങ്ങനെ ശബ്ദം പുറപ്പെടുവിക്കും കമ്പുന, തൻ്റെ കയ്യിലുള്ള ശംഖു കൊണ്ട് കൃപയാ, കാരുണ്യത്തോടുകൂടി ബാലനായിട്ടുള്ള ധ്രുവന്റെ കപോലെ, കവിൾത്തടത്തിൽ പസ്പർശ, ഒന്ന് തലോടി കൊടുത്തു എന്ന്. അവനതൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പേടിച്ചിട്ട് പരിചയമില്ലാണ്ട് ഭഗവാനെ ഇങ്ങനെ ആ സ്നേഹം കാണിക്കണമെന്ന് അറിയാതെ പരിഭ്രമിച്ച് നിൽക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ അതിനുള്ള അറിവ്, അവൻ്റെ ഉള്ളിൽ ആ അറിവുണ്ട്, പക്ഷെ പ്രായം 5 വയസ്സായതുകൊണ്ട് അവൻ്റെ ഉള്ളിൽ ആ അറിവ് പ്രകാശിച്ചിട്ടില്ല. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും, കുഞ്ഞുങ്ങളുടെ ഉള്ളിലും നമ്മുടെ ഉള്ളിലും എല്ലാവരുടെ ഉള്ളിൽ ആ അറിവുണ്ട്, പക്ഷെ അത് ഉള്ളിൽ തെളിയുന്നില്ല. മനസ്സിലായ? നമുക്ക് അഹങ്കാരം വലുതായി വരുന്തോറും ഈഗോ കൂടും, അപ്പോൾ ഒട്ടും തെളിയില്ല. കുഞ്ഞായിരിക്കുമ്പോൾ അത് തെളിയേണ്ട പ്രായത്തിലേക്കും അനുഭവത്തിലേക്കും അത് വന്നിട്ടില്ല. അപ്പോൾ അവൻ്റെ ഉള്ളിൽ ആ പരിഭ്രമം ഉണ്ട് എന്ന് മനസ്സിലായപ്പോൾ അതിനെ ഒന്ന് ശാന്തമാക്കാനും, അതോടൊപ്പം അവൻ്റെ ഉള്ളിൽ തന്നെ അവൻ്റെ ശരീരത്തെ, മനസ്സിനെ, ബുദ്ധിയെ ചലിപ്പിക്കുന്ന, അവൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവാത്മസ്വരൂപത്തിലിരിക്കുന്ന ആ ഭഗവാൻ അവൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ അറിവിനെ ഉണർത്താനായിട്ട് കൂടി തൻ്റെ കയ്യിലുള്ള ശംഖു കൊണ്ട് ആ നെറ്റിയിലും കവിളിലും ഒന്ന് തലോടി കൊടുത്തു എന്ന് ഭഗവാൻ അതാണ് ചെയ്തത്. ശ്ലോകം 5. സഹ വൈ തദായേവ പ്രതിപാദിതാം ഗിരം ദൈവീം പരിജ്ഞാത പരമാത്മനിർണയഃ തം ഭക്തിഭാവഃ അഭ്യഗൃണാത് അസത്വരം പരിശ്രുതഃ ഉരുശ്രവസം ധ്രുവക്ഷിതിഃ. ശ്ലോകം 5 എന്താ പറയുന്നത്? ധ്രുവക്ഷിതിഹി എന്ന് വെച്ചാൽ ഒരിക്കലും നശിക്കാത്ത ഒരു സ്ഥാനം ഭഗവാന്റെ അനുഗ്രഹത്താൽ പിന്നീട് നേടിയെടുത്ത സഹവൈ ആ ധ്രുവൻ. അപ്പൊ ധ്രുവന്റെ മഹാത്മ്യാണ് അവസാനം പറഞ്ഞ ധ്രുവക്ഷിതിഹി. ഒരിക്കലും നാശം വരാത്തൊരു സ്ഥാനം ഭാവിയിൽ ഭഗവാന്റെ അനുഗ്രഹത്തിൽ നേടിയെടുത്ത ആ മഹാനായിട്ടുള്ള ധ്രുവൻ തഥായേവ ഭഗവാൻ ഇങ്ങനെ ശംഖു കൊണ്ടൊന്ന് തലോടി കൊടുത്തപ്പോൾ അപ്പോൾ പ്രതിപാദിതാം ഭഗവാന്റെ അനുഗ്രഹത്താൽ ഗിരം ദൈവീം അവൻ്റെ ഉള്ളിൽ ദൈവീകമായ വാക്കുകൾ. അപ്പോൾ ഭഗവാനെ സ്തുതിക്കാനുള്ള നാമമൊന്നും അവനറിയില്ല. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു. ആ മന്ത്രം മാത്രമേ അറിയുള്ളൂ. എങ്ങനെ തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അവതരിച്ച ഭഗവാനെ സ്തുതിക്കണം എന്നൊന്നും അറിയാനുള്ള പ്രായമായിട്ടില്ലല്ലോ. അപ്പൊ ഭഗവാൻ ശംഖു കൊണ്ട് ഒന്ന് തലോടി കൊടുത്തപ്പോൾ ധ്രുവന്റെ ഉള്ളിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ ആ ദൈവീക സ്തുതികൾ, ദൈവീകമായ ആ വാക്കുകൾ ഉണർന്നു. അപ്പോൾ പരിജ്ഞാത, ധ്രുവൻ പരിജ്ഞാത എന്ന് വെച്ചാൽ മനസ്സിലാക്കി. പരമാത്മ നിർണയ, പരമാത്മ നിർണയ എന്ന് വെച്ചാൽ ആ പരമാത്മ തത്വം, ജീവാത്മാവും പരമാത്മാവും എൻ്റെ ഉള്ളിലും സർവപ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന ശക്തി ഒന്ന് തന്നെയാണ് എന്ന തത്വം പരിജ്ഞാത ധ്രുവന്റെ ഉള്ളിൽ ഇങ്ങനെ സ്വയം പ്രകാശിച്ചു എന്ന്.
അറിവിന് വേണ്ടി എവിടെയോ ഓടി നടക്കണ്ട, അറിവ് നമ്മുടെ ഉള്ളിൽ സ്വയം പ്രകാശിക്കുന്നതാണ് എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ധ്രുവന്റെ കഥ. നമ്മൾ ചെയ്യേണ്ടത് അറിവ് നേടാൻ ഓടി നടക്കലല്ല, നമ്മുടെ സർവ്വ അഹങ്കാരവും ഉപേക്ഷിച്ച് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിതമായ ഭക്തിയോടുകൂടി സർവ്വതിനെയും നമ്മൾ എന്തൊക്കെയാണ് അനുഭവിക്കുന്നത്, അനുഭവിക്കാണ്ട് പോയത്, നഷ്ടപ്പെട്ടത്, സകലതിനെയും ഭഗവാന്റെ പാദങ്ങളിൽ കൊണ്ടുവച്ചുകൊണ്ടുള്ള അഹങ്കാരമുക്തമായ മനസ്സോടുകൂടി ഇരിക്കാൻ മാത്രം നമ്മൾ ശ്രമിച്ചാൽ മതി. അറിവ് നമ്മുടെ ഉള്ളിൽ ഭഗവാൻ സ്വയം തെളിയിച്ചോളും എന്ന് പറയുന്നതിന് ഉദാഹരണമാണ് ഇപ്പോൾ ധ്രുവൻ, അല്ലേ? ധ്രുവന്റെ ആ സമർപ്പിതമായ ഭക്തി, അതാണ് ധ്രുവൻ ചെയ്തത്. അപ്പോൾ ഭഗവാൻ പ്രസാദിച്ചപ്പോൾ ആ പരമാത്മ ജീവാത്മ തത്വം ധ്രുവന്റെ ഉള്ളിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ പ്രകാശിച്ചു. അപ്പോൾ ഭഗവാൻ കൊടുത്ത അനുഗ്രഹമായിരുന്നു ആ ശംഖു കൊണ്ടുള്ള തലോടല്. ആ തലോടൽ കിട്ടിയപ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ ധ്രുവന്റെ ഉള്ളിൽ ഈശ്വര തത്വം എന്താണെന്ന് സ്വയം ഉണർന്നു, പ്രകാശിച്ചു, സ്വയം മനസ്സിലായി. അപ്പോൾ ധ്രുവന്റെ ഉള്ളിൽ നിന്നും ദൈവീകമായ വാക്കുകൾ, ഭഗവാനെ സ്തുതിക്കാനുള്ള വാക്കുകളൊക്കെ പ്രകാശിച്ചു വന്നു. അങ്ങനെ ഭക്തിഭാവത്തോടെ ആ ഭഗവാനെ അഭ്യഗൃണാത് സ്തുതിച്ചു എന്ന് അസത്വരം ഉറക്കെ ധ്രുവനിങ്ങനെ ഉറക്കെ ആ ഭഗവാനെ അപ്പോൾ സ്തുതിച്ചു. പരിശ്രുത ഒരു ശ്രവസം, പരിശ്രുതം എന്ന് വെച്ചാൽ എല്ലായിടത്തും അത്രയും പ്രശസ്തമായ പരക്കെ അറിയപ്പെടുന്ന ഒരു ശ്രവസം, യശസ്സോടുകൂടി ആ ഭഗവാനെ അങ്ങനെ ധ്രുവൻ ഉറക്കെ സ്തുതിച്ചു എന്ന്. അപ്പൊ നാവിൽ ആ സരസ്വതി വിളങ്ങി, വാക്കുകളും നാമങ്ങളൊക്കെ ഇങ്ങനെ നാവിൽ നിന്ന് ഒഴുകാൻ തുടങ്ങി. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും ഭഗവാൻ തന്നെയാണ് ഭഗവാനെ സ്തുതിക്കുന്നത്. ഭഗവാൻ ഉള്ളിലിരുന്ന് പറയിപ്പിച്ചപ്പോൾ ഭഗവാന്റെ സ്തുതിയായിട്ട് തന്നെ പുറത്തേക്ക് വന്നു. മനസ്സിലായോ? അപ്പോൾ ഭഗവാൻ തന്നെയാണ് മനസ്സിലാത് ഇങ്ങനെ സ്തുതിക്കൂ എന്ന് തോന്നിക്കുന്നത്. അവിടെ ശബ്ദരൂപത്തിൽ പുറത്തേക്ക് വരുന്നതും ഭഗവാന്റെ നാമങ്ങൾ തന്നെ. അപ്പോൾ ഇവിടെ ഞാനാണ് ആ സ്തുതി ചെയ്യുന്നത് എന്ന ഭാവം ഇല്ല. കാരണം ഭഗവാൻ അനുഗ്രഹിച്ചപ്പോൾ വാക്കുകൾ ഉണർന്നു, ആ വാക്കുകൾ നാവിലൂടെ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. അങ്ങനെ ധ്രുവൻ ഭഗവാനെ സ്തുതിച്ചതാണ് തുടർന്നുള്ള 12 ശ്ലോകങ്ങളിൽ കാണുന്നത്. ധ്രുവ ഉവാച, ധ്രുവന്റെ സ്തുതിയാണ് കേട്ടോ, വളരെ പ്രസിദ്ധമായതാണ്. ശ്ലോകം 6. യഹാന്തഃ പ്രവിശ്യ മമ വാചാം ഇമ പ്രസുപ്താം സംജീവയതി അഖിലശക്തിധരഃ സ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വക് ആദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഇപ്പൊ ധ്രുവന്റെ ഉള്ളിൽ അറിവുണർന്നു, സ്തുതിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലായി. അപ്പോൾ ഭഗവാൻ തന്നെ ഉണർത്തിക്കൊടുത്തു, ഭഗവാനെ തന്നെ സ്തുതിക്കുന്നു. യഹ, അല്ലയോ ഭഗവാനെ, മമ എൻ്റെ ഉള്ളിൽ അങ്ങ്, അന്ത എന്ന് വെച്ചാൽ ഉള്ളിൽ, മമ അന്ത എൻ്റെ ഉള്ളിൽ അങ്ങ് പ്രവേശിച്ചിട്ട് ഇമാം വാചാം ഈ വാക്കുകളെ പ്രസുപ്ത, അതായത് പ്രസുപ്ത എന്ന് വെച്ചാൽ ഉറങ്ങിക്കിടക്കുക, എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന് ഞാൻ പോലും അറിയാതെ ഉറങ്ങിക്കിടക്കുന്ന ആ ഭഗവാനോട് പറയാനുള്ള നാമങ്ങളെ, ഭഗവാനോട് സ്തുതിക്കാനുള്ള അറിവ്, ഭഗവാനെക്കുറിച്ചുള്ള അറിവിനെ അങ്ങ് സംജീവയതി പുനരുജ്ജീവിപ്പിച്ചാലും, അതായത് ഉണർത്തി തന്നാലും എൻ്റെ ഉള്ളിൽ ഞാൻ പോലും അറിയാതെ കിടക്കുന്ന ഈ വാക്കുകളെ, ഈ സ്തുതി വാക്കുകളെ അങ്ങ് എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് അങ്ങ് തന്നെ അതിനെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുക, അല്ലെങ്കിൽ ഉണർത്തി തന്നാലും. അഖില ശക്തിധര എന്ന് ഭഗവാനെ വിശേഷിപ്പിക്കുന്നു. അഖിലം, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോ കൃമികീടങ്ങളിലും ഒരു മൺതരിയിൽ വരെ ശക്തി, കർമ്മം ചെയ്യാനുള്ള ശക്തിയെ നൽകുന്ന ഭഗവാനെ എന്ന്, സർവ്വതിനും അനങ്ങാനുള്ള, ചലിക്കാനുള്ള ശക്തിയെ നൽകുന്ന അല്ലയോ ഭഗവാനെ, സ്വധാംന സ്വന്തം ശക്തിയാൽ, ഭഗവാനെ സ്വന്തം ശക്തിയാൽ, അന്യാംശ്ച എന്ന് വെച്ചാൽ മറ്റുള്ള, അന്യാംശ്ച എന്ന് വെച്ചാൽ മറ്റുള്ള, ഹസ്തചരണ ശ്രവണ ത്വക് ആദീൻ, ഹസ്തം കൈ, ചരണം കാല്, ശ്രവണം കാതുകൾ, ത്വക്ക് തൊലി, ആദീൻ മുതലായവ ഇവയെയും പ്രാണനെയും അങ്ങ് സംജീവയതി ഉണർത്തി തന്നാലും. അങ്ങനെയുള്ള ഭഗവതേ പുരുഷായ ഭഗവതേ, പരമപുരുഷനായ ഭഗവാനെ തുഭ്യം നമഃ, അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു. സർവചരാചരങ്ങൾക്കും ചലിക്കാനുള്ള ശക്തി നൽകുന്ന, അതാണ് ധ്രുവന്റെ നാമട്ട. അപ്പം എൻ്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ ശരീരം നടക്കുന്നത്, ചലിക്കുന്നത്. എൻ്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ മനസ്സ് ചലിക്കുന്നത്. മനസ്സിൻ്റെ ചലനം
ചിന്തകൾ. എൻ്റെ കഴിവുകൊണ്ടല്ല എൻ്റെ ബുദ്ധി ചലിക്കുന്നത്. ഇത്രയാണ് മനസ്സിലാക്കേണ്ടത്. സർവചരാചരങ്ങളുടെയും ശരീരമനോബുദ്ധിയുടെ ചലനത്തിനുള്ള ശക്തിയായിരിക്കുന്ന ഭഗവാനെ അങ്ങയുടെ സ്വന്തം ശക്തിയാൽ എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് എൻ്റെ ഉള്ളിൽ ഈ ദൈവീകമായ വാക്കുകളെ ഉണർത്തിത്തന്നാലും ഇനി മറ്റുള്ളത് എന്തൊക്കെയാ? എൻ്റെ കൈകളെ ചലിപ്പിക്കാനുള്ള ശക്തി തരിക, എൻ്റെ കാലുകളെ, എൻ്റെ ശ്രവണങ്ങളെ, ചെവികളെ, കണ്ണിനെ, ത്വക്കിനെ, എല്ലാ ഇന്ദ്രിയങ്ങളെയും, പ്രാണാൻ, എൻ്റെ പ്രാണനെയും ചലിപ്പിക്കാനുള്ള ശക്തി തന്ന് എന്നെ പുനരുജ്ജീവിപ്പിച്ചാലും അല്ലെങ്കിൽ എന്നെ ഉണർത്തിയാലും എനിക്കൊരു പുതുജീവൻ നൽകിയാലും അങ്ങനെയുള്ള ഭഗവാനെ അങ്ങയെ ഞാൻ ഇതാ നമസ്കരിക്കുന്നു. അപ്പോൾ ധ്രുവൻ മനസ്സിലാക്കി, ഞാൻ ചലിക്കുന്നത്, ഞാൻ ഇരിക്കുന്നത്, ഞാൻ ഭക്ഷിക്കുന്നത്, ഞാൻ ഉറങ്ങുന്നത്, ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ തീരുമാനിക്കുന്നത് എൻ്റെ ശക്തി കൊണ്ടല്ല. ആ ശക്തി ഈശ്വരനാണ്, ഭഗവാനാണ്. ആ ഈശ്വരനെ നമുക്ക് കൃഷ്ണനായും ഗുരുവായൂരപ്പനായും മഹാദേവനായും ബ്രഹ്മാവായും ഗണപതിയായും മുരുകനായും അയ്യപ്പനായും ദേവീഭാവത്തിലും ഏത് ഭാവത്തിൽ വേണമെങ്കിലും നമുക്ക് ആ ശക്തിയെ സങ്കല്പിക്കാം. എല്ലാം ഒരേ ഒരു പ്രകൃതി എന്ന ശക്തിയാണ് എന്ന യാഥാർത്ഥ്യം ധ്രുവനിവിടെ മനസ്സിലാക്കി. അങ്ങനെയുള്ള ഭഗവാനെ, ആ ഭഗവാനെ, ആ ശക്തിയെ ധ്രുവൻ മനസ്സിൽ കണ്ട രൂപം ഗരുഡാരൂഢനായിട്ട് വരുന്ന മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലായിരുന്നു ആ ശക്തിയെ ധ്രുവൻ മനസ്സിൽ കണ്ടത്. അതുകൊണ്ട് ആ രൂപത്തിൽ തന്നെ ആ ശക്തി ധ്രുവന്റെ മുന്നിൽ മഹാവിഷ്ണു രൂപത്തിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടു. ഇനി ആ ശക്തിയെ ധ്യാനിക്കുന്നവൻ മഹാദേവൻ, കൈലാസത്തിലിരിക്കുന്ന മഹാദേവന്റെ രൂപത്തിലാണ് കാണുന്നതെങ്കിൽ ആ ശക്തി അതേ രൂപത്തിൽ പ്രത്യക്ഷപ്പെടും. ഇനി ദേവിയായിട്ടാണ് കാണുന്നതെങ്കിൽ അതേ രൂപത്തിൽ പ്രത്യക്ഷപ്പെടും. ഇനി ഗണപതിയായിട്ടോ മുരുകനായിട്ടോ അയ്യപ്പനായിട്ടാണോ കാണുന്നതെങ്കിൽ അതേ രൂപത്തിൽ പ്രത്യക്ഷപ്പെടും. അപ്പോൾ അത് രൂപഭാവങ്ങൾ, നമ്മുടെ സങ്കല്പം എങ്ങനെയാണോ ആ രൂപഭാവങ്ങൾ. പക്ഷേ എല്ലാം ഒരേ ഒരു ശക്തി എന്ന അദ്വൈതത്തെ ഇവിടെ അറിയുക. അത് ധ്രുവൻ മനസ്സിലാക്കി. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് അത് ഉള്ളിൽ തെളിഞ്ഞത്. മനസ്സിലായ? ആ അനുഗ്രഹം വന്നതുകൊണ്ടാണ് ഉള്ളിൽ തെളിഞ്ഞത്. ആ അനുഗ്രഹം വരാൻ ധ്രുവന് കുറേ കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. മനസ്സിലായില്ലേ? ആ ശരണാഗതി അടഞ്ഞുകൊണ്ടുള്ള ഭക്തി വന്നപ്പോഴാണ് അനുഗ്രഹം വന്നത്. അനുഗ്രഹം വന്നപ്പോഴാണ് അദ്വൈത ധ്രുവന്റെ ഉള്ളിൽ തെളിഞ്ഞത്. ശ്ലോകം 7. ഏകഃ ത്വം ഏവ ഭഗവൻ ഇദമാത്മശക്ത്യാ മായാഖ്യയാ ഉരുഗുണയാ മഹത് ആദി അശേഷം സൃഷ്ടാ അനുവിശ്യ പുരുഷഃ തദ് സദ്ഗുണേഷു തദ് അസദ്ഗുണേഷു നാനായിവ ദാരുഷു വിഭാവസു വദ് വിഭാസി. രണ്ടാമത് ധ്രുവൻ എന്താ പറഞ്ഞത്? ഏകഃ ത്വം ഏവ, ഏകനായ അങ്ങ് ഭഗവാൻ, അല്ലയോ ഭഗവാനെ, ഏകനായിരിക്കുന്ന അങ്ങ് ഇദം ആത്മശക്തിയ, ഇപ്രകാരമുള്ള അങ്ങയുടെ ആ ശക്തി കൊണ്ട് മായാക്കിയ, ആ ശക്തിയുടെ പേര് മായ എന്ന് പേരുള്ള അങ്ങയുടെ ശക്തി കൊണ്ട് ഉരുഗുണയ, അനേകം ഗുണങ്ങളോട് കൂടിയ മഹത് ആദി അശേഷം, മഹത്തത്വം മുതലായവയെ സൃഷ്ടിച്ചു. അപ്പം മായയിൽ നിന്നാണ് മഹത്തത്വം മുതലായവയെ സൃഷ്ടിച്ചത് എന്നും ധ്രുവന് മനസ്സിലായി. ഒരേ ഒരു ഏകനായിരിക്കുന്ന അങ്ങ്, ആ പ്രകൃതി എന്ന ശക്തിയായിരിക്കുന്ന അവിടുന്ന് അങ്ങയുടെ തന്നെ ശക്തിയായ മായ എന്നുള്ള പേരുള്ള ആ ശക്തിയെ സ്വീകരിച്ച് നിരവധി ഗുണങ്ങളോടുകൂടി മഹത്വത്വം, അഹങ്കാരതത്വം, പിന്നെ അത് മൂന്നായി പിരിഞ്ഞ് അങ്ങനെ സർവപ്രപഞ്ചത്തെയും അങ്ങ് സൃഷ്ടിച്ചു. അതിനുശേഷം പുരുഷഃ, ആ ജീവാത്മസ്വരൂപത്തിൽ അനുവിശ്യ, ഈ സൃഷ്ടിച്ചതിൻ്റെയൊക്കെ ഉള്ളിൽ അനുവിശ്യ എന്ന് വെച്ചാൽ പ്രവേശിച്ചിട്ട് തത് അസദ്ഗുണേഷു, അസത്തായ നിരവധി ശരീരരൂപങ്ങൾ ധരിച്ചു എന്ന്. അസദ്ഗുണേഷു അല്ലെ, ശരീരം ഭൗതികം എന്ന് പറയുന്നത് അസത്താണ്, മറ്റേത് സത്ത്. അങ്ങനെ യഥാർത്ഥമല്ലാത്ത കുറേ ശരീരരൂപങ്ങൾ അങ്ങ് സ്വീകരിച്ചു. എന്നിട്ട് അതിനൊരു ഉദാഹരണം പറയാണ്. ദാരുഷു, ഒരു വിറകു കഷ്ണത്തിൽ, വിഭാവസു, അഗ്നി എന്നതുപോലെ, വത് വിഭാസി, അങ്ങ് പ്രകാശിച്ചു. നാനായിവ, പല രീതിയിൽ. ഒരു തീപ്പെട്ടികൊള്ളിയിലെ ദീപമല്ല വിറകില്, അതല്ല കാട്ടുതീയില്, അതല്ല മെഴുകുതിരിയില്. അപ്പോൾ ഓരോ വിളക്കിലെ തിരി, ഇതൊക്കെ വ്യത്യാസമാണ്. ആകൃതിയിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും അല്ലേ. ഒരു ചെറിയ തിരി നാളം തൊട്ട് ഒരു മരം കത്തുന്ന ഒരു കാട് മുഴുവൻ കത്തുന്നതും
ഒക്കെ വ്യത്യാസങ്ങളുണ്ട്. ആകൃതിയിൽ പല വ്യത്യാസങ്ങളുണ്ടെങ്കിലും വിറകിൽ ഒരു തീ എന്ന അഗ്നി എന്ന പോലെ അങ്ങയുടെ തന്നെ മായ എന്ന് പേരുള്ള ആ ശക്തിയെ ഉപയോഗിച്ച് നിരവധി ശരീരരൂപങ്ങളെ സ്വീകരിച്ചു. മഹത്വത്വം മുതലായവയെ സ്വീകരിച്ചിട്ട് നിരവധി ശരീരരൂപങ്ങളെ സൃഷ്ടിച്ചു. ഒരു വിറകിൽ അഗ്നി എന്നതുപോലെ നാനാരൂപങ്ങളെ എടുത്തിട്ട് എന്ന്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ആ 15-ാമത്തെ അധ്യായം പറയുന്നില്ലേ, അതായത് അരയാൽ വൃക്ഷത്തിന്റെ കാര്യം. വേര് മുകളിലേക്കും ശാഖകൾ താഴേക്കുമുള്ള ഒരു അരയാൽ വൃക്ഷം പോലെയാണ് അത് നിൽക്കുന്നത്. അതായത് ഒരേ ഒരു വേര് അല്ലെ മുകളിലാണ്, ആ വേരിന്റെ അടിയിലേക്ക് പിന്നെ വരും തോറും ശാഖകൾ, ബ്രാഞ്ചസുകൾ പിരിഞ്ഞു. അതായത് മഹത്തത്വം, ആ വേര് മായയോട് കലർന്നപ്പോൾ മഹത്തത്വം അഹങ്കാരം 3ആയി പിരിഞ്ഞു. അഹങ്കാര തത്വം 3ആയി പിരിഞ്ഞതിൽ നിന്ന് തന്നെ ഇന്ദ്രിയങ്ങളൊക്കെ പലത് 5 ഇന്ദ്രിയങ്ങൾ, 5 പഞ്ചഭൂതങ്ങൾ, 5 അങ്ങനെ പലതായി പിരിഞ്ഞു. പിന്നെ അതൊക്കെ കൂടി ചേർന്ന് നിരവധി ഘടകങ്ങളായി, പ്രപഞ്ചമായി, ആ വിരാട് പുരുഷനായി, പിന്നീട് പ്രപഞ്ചമായി, സർവ്വതായി 14 ലോകങ്ങളായി, അവിടെയൊക്കെ നിവാസികളുമായി അല്ലേ. ഇതെല്ലാത്തിൻ്റെയും മൂലം ബീജം എന്ന് പറയുന്നത് ഒരേ ഒരു വേര് എന്ന് പറയുന്നത് പോലെ ഒരേകനായ അങ്ങയിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത് എന്നും പറഞ്ഞു. ഇനി ശ്ലോകം 8. ത്വത് ദത്തയം വയുനയ ഇതം അചഷ്ടവിശ്വം സുപ്ത പ്രബുദ്ധ ഇവ നാദ ഭവത് പ്രപന്ന തസ്യ ആപവർഗ്യ ശരണം തവ പാദമൂലം വിസ്മര്യതേ കൃതവിദാ കഥം ആർത്തബന്ധോ. വളരെ ശ്രേഷ്ഠമായൊരു ശ്ലോകമാണ്. ശ്രദ്ധിച്ചു കേട്ടാൽ നമുക്ക് ശരിക്കും മനനം ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്. ത്വത് ദത്തയം ഭവത് പ്രപന്നം. ഭവത് പ്രപന്ന എന്ന് വെച്ചാൽ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് ജീവിച്ച് ഇരിക്കുന്ന ആ ബ്രഹ്മദേവൻ, അതാണ് ഭവത് പ്രപന്ന. ഭഗവാനെ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിതമായ ഭക്തിയോടെ ഇരിക്കുന്ന ആ ബ്രഹ്മദേവൻ എന്നിവിടെ പറയുന്നത് കൊണ്ട് ബ്രഹ്മാവ് മഹാവിഷ്ണുവിൻ്റെ തൃപ്പാദങ്ങളിൽ നിന്നല്ല മനസ്സിലാക്കേണ്ടത്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ എന്ന് പറയുന്നത് ഒരേ ഒരു ശക്തിയാണെന്ന് പറഞ്ഞല്ലോ, ആ പ്രകൃതി എന്ന ശക്തി. അപ്പൊ ബ്രഹ്മാവ് ഏറ്റവും ആദ്യം ഒരു കൽപ്പത്തിന്റെ ആദ്യത്തിൽ ബ്രഹ്മാവ് ഉണ്ടായപ്പോൾ ബ്രഹ്മാവിന് എന്ത് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. നമ്മൾ ഭാഗവതത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ അതൊക്കെ പഠിച്ചു അല്ലേ. ബ്രഹ്മദേവനെ എങ്ങനെ സൃഷ്ടി ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ ബ്രഹ്മദേവൻ അതിനു വേണ്ടി തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് പല വഴിയിലൂടെയും താമരത്തണ്ടിലൂടെയൊക്കെ താഴേക്കൊക്കെ പോയി നോക്കിയിട്ട് എന്നും ഇതിൻ്റെ ഉത്തരം കിട്ടിയില്ല. പിന്നെ ബ്രഹ്മദേവന്റെ ഉള്ളിൽ തപ എന്ന് അശരീരി കേട്ടപ്പോൾ അത് ചെയ്താൽ എന്ത് കിട്ടുമെന്നൊന്നും അറിയാതെ നിഷ്കാമമായ ആ അശരീരി കേട്ടതുപോലെ ബ്രഹ്മാവ് തപസ് ചെയ്തപ്പോഴാണ് ആ തപസ്സിൽ സംതൃപ്തനായ ഭഗവാൻ ബ്രഹ്മദേവന്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ചു കൊടുത്തു അറിവിനെ. എന്തറിവിനെ? മുൻപത്തെ കൽപ്പത്തിൽ എങ്ങനെയാണ് സൃഷ്ടി ചെയ്തത്, അന്നത്തെ പ്രപഞ്ചം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന സ്മരണയെ ബ്രഹ്മദേവന്റെ ഉള്ളിലുണ്ടാക്കി കൊടുത്തു. അന്ന് മുതൽ ബ്രഹ്മദേവൻ മനസ്സിലാക്കി, എൻ്റെ കഴിവ് കൊണ്ടല്ല ഞാൻ സൃഷ്ടികർമ്മം ചെയ്യുന്നത്, ആ പ്രകൃതി എന്ന ശക്തിയാണ് ഈ കർമ്മത്തെ ചെയ്യാനുള്ള ശക്തിയെ എനിക്ക് തരുന്നത്. അന്ന് മുതൽ ബ്രഹ്മാവ് ആ സമർപ്പിതമായ ഭക്തിയോടുകൂടിയാണ് സൃഷ്ടിയെ നടത്തിയത്. അതാണ് പറയുന്നത്, അങ്ങനെയുള്ള ബ്രഹ്മദേവൻ ത്വതദത്തയം അങ്ങ് നൽകിയ വയുനയ അറിവിനാൽ, ആ ജ്ഞാനത്താൽ ഇതം വിശ്വം ഈ പ്രപഞ്ചത്തെ അചഷ്ട എന്ന് വെച്ചാൽ കണ്ടു എന്ന്, സുപ്തപ്രബുദ്ധ ഇവ ഒരു നിദ്രയിൽ നിന്നും ഉണർന്നവനെ പോലെ അല്ലേ. ഒരു യുഗത്തിൻ്റെ തുടക്കം, കൽപ്പത്തിൻ്റെ തുടക്കം ബ്രഹ്മാവ് ഒരു നിദ്രയിൽ നിന്ന് ഉണർന്നു വന്നു. അതുപോലെ ബ്രഹ്മാവിൻ്റെ പകൽ അപ്പോഴാണ് ആയത്. 1000 ചതുർയുഗമാകുന്ന രാത്രി കഴിഞ്ഞ് 1000 ചതുർയുഗമാകുന്ന കൽപ്പം പകല് ബ്രഹ്മാവിന് വന്നപ്പോൾ ഒരു നിദ്രയിൽ നിന്ന് ഉണരുന്നത് പോലെ ഉണർന്നെഴുന്നേറ്റ് സൃഷ്ടിക്കപ്പെട്ടു വന്ന ബ്രഹ്മാവിന് എങ്ങനെ കർമ്മം ചെയ്യണമെന്നറിയാതെ വന്നപ്പോൾ ഭഗവാനിൽ ശരണാഗതി അടഞ്ഞ് തപസ് ചെയ്തപ്പോൾ ഭഗവാൻ ഉള്ളിൽ കാണിച്ചു കൊടുത്തു എങ്ങനെയാണ് ഈ പ്രപഞ്ചം മുന്നത്തെ കൽപ്പത്തിൽ ഉണ്ടായിരുന്നത് എന്ന്. അങ്ങനെ കണ്ടു മനസ്സിലാക്കിയ ആണ് ബ്രഹ്മാവ് സൃഷ്ടികർമ്മത്തെ അനുഷ്ഠിച്ചത്. അങ്ങനെ തസ്യ അപവർഗ്യ എന്ന് വെച്ചാൽ അങ്ങനെയുള്ള മുക്തിയെ ആഗ്രഹിക്കുന്നവർ പോലും തവ പാദമൂലം ഭഗവാനെ അങ്ങയുടെ ആ തൃപ്പാദങ്ങളെയാണ് ശരണാഗതി അടയുന്നത്. മുക്തി ആഗ്രഹിക്കുന്നവർ പോലും ശരണാഗതി അടയുന്നത് അങ്ങയുടെ തൃപ്പാദങ്ങളെയാണ്. അപ്പോൾ ഈ ഭൂമിയിൽ നിരവധി ഭൗതിക മോഹങ്ങളോടും ആഗ്രഹങ്ങളോടും കൂടി ജീവിക്കുന്ന നമ്മുടെ നിസാരമായ ആഗ്രഹങ്ങൾക്കും നമുക്ക് ചെന്ന് പിടിക്കാനുള്ള ഒരേ ഒരു കൈ എന്ന് പറയുന്നത് ഭഗവാന്റെ, അല്ലെങ്കിൽ ഒരേ ഒരു താങ്ങ്, ഒരേ ഒരു ആശ്രയ സ്ഥാനം എന്ന് പറയുന്നത് ആ പാദങ്ങൾ മാത്രമാണ് എന്ന്. അത് കൃതവിധ എന്ന് വെച്ചാൽ കൃതജ്ഞതയുള്ള, അതായത് നമ്മൾ ഒരാളിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിച്ചാൽ അത്
കൃതജ്ഞത, നന്ദിയുള്ളവൻ, അതിൽ നന്ദിയുള്ളവനാണ് എങ്കിൽ, ഒരുവൻ അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും ആർത്തബന്ധോ ദുഃഖിതൻ്റെ ബന്ധുവായിരിക്കുന്ന ഭഗവാനെ അതെങ്ങനെ കഥം, എങ്ങനെ വിസ്മര്യത, ഇത് മറന്നു പോകുന്നു. ഇതാണ് ഞാൻ ഈ സത്സംഗം തുടങ്ങുമ്പോൾ സരസ്വതി അമ്മോട് ആദ്യം പറഞ്ഞത്. എനിക്ക് എഴുതാനുള്ള ശക്തി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ, അപ്പം ഞാൻ ഇതാണ് അമ്മോട് പറഞ്ഞത്. ബ്രഹ്മാവ് മുതൽ ഈ പ്രപഞ്ചത്തിൻ്റെ കർത്താവ് നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ച ആ ബ്രഹ്മാവ് മുതൽ കർമ്മം ചെയ്യാൻ ആരംഭിക്കുന്നതിന് മുൻപ് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ശരണാഗതി അടഞ്ഞ് സമർപ്പിതമായി ഇരിക്കുന്ന ഭക്തിയോടുകൂടി കർമ്മം ചെയ്യുന്ന ആ ബ്രഹ്മാവ് അങ്ങനെ അങ്ങയാൾ അനുഗ്രഹിക്കപ്പെട്ട അറിവുകൊണ്ടാണ് ഒരു ഉറക്കത്തിൽ നിന്ന് ഉണർന്നവനെ പോലെ ഈ പ്രപഞ്ചത്തെ കണ്ട് എങ്ങനെയാണ് മുന്നത്തെ കൽപ്പത്തിലുണ്ടായിരുന്ന ഈ പ്രപഞ്ചത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെ നടത്തിയത്. അങ്ങനെ മുക്തി ആഗ്രഹിക്കുന്നവർ പോലും, അപ്പം ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള ദേവന്മാരങ്ങനെയാണ്. ഇനി മുക്തിയെ, മോക്ഷം നേടണമെന്ന് ആഗ്രഹിക്കുന്നവരോ, അങ്ങനെയുള്ള മുനിമാരും അങ്ങനെയുള്ളവർ പോലും ശരണാഗതി അടയുന്നത് അങ്ങയുടെ തൃപ്പാദങ്ങളെയാണ്. അപ്പോൾ ഭൂമിയിൽ ഒരുപാട് ആഗ്രഹങ്ങളോട് കൂടി ജീവിക്കുന്ന മനുഷ്യർക്കും ഒരേ ഒരു ആശ്രയസ്ഥാനമേ ഉള്ളൂ. അവർക്ക് ഇവിടെ കർമ്മം ചെയ്യാൻ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും ശക്തിയായിരിക്കുന്നത് അങ്ങയെ സ്മരിക്കുക. ഈ ലാസ്റ്റത്തെ വരി നോക്കൂ. നിങ്ങൾ കൃതജ്ഞതയുള്ളവനാണെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഈ കുടുംബ പ്രാരാബ്ദങ്ങൾ, വീട്ടുജോലികൾ, പുറത്തു പോയിട്ടുള്ള ജോലി, എന്ത് ബിസിനസ്, എന്ത് തന്നെയാണെങ്കിലും ഇതിനൊക്കെയുള്ള ശക്തി നിങ്ങൾക്ക് തരുന്ന, ഒരാളിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിച്ചാൽ അതിൽ നന്ദിയുള്ളവരാണെങ്കിൽ, കൃതജ്ഞതയുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ള ഒരുവനെ എങ്ങനെ മറക്കാൻ പറ്റും ഇതെന്ന്. അപ്പൊ പ്രകൃതി എന്ന ശക്തിയാണ് ഈ ശരീരത്തിനെ ചലിപ്പിക്കുന്ന ശക്തി, മനസ്സിനെ ചലിപ്പിക്കുന്നത്, ബുദ്ധിയെ ചലിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിൽ കൃതജ്ഞതയുള്ളവനാണെങ്കിൽ എങ്ങനെ ആ ശക്തിയെ മറന്ന് ജീവിക്കുമെന്ന്. ആ സ്മരണയാണ് നമുക്ക് എപ്പോഴും വേണ്ടത് എന്നാണ് നമ്മൾ എപ്പോഴും സത്സംഗത്തിലൂടെ പറയുന്നതും ഇത് തന്നെയാണ്. ഈ സ്മരണ സദാ കർമ്മത്തിന്, കാരണം എഴുതാൻ, വായിക്കാൻ, നടക്കാൻ, ഇരിക്കാൻ, പണികളെടുക്കാൻ, ഉറങ്ങാൻ, എല്ലാത്തിനുമുള്ള ചിന്തിക്കാൻ, തീരുമാനിക്കാൻ, ഇതിനൊക്കെയുള്ള ശക്തിയായിരിക്കുന്നത് ആ പ്രകൃതിയാണ്. ആ പ്രകൃതി എന്ന ശക്തിയാണ് എന്ന സ്മരണ, അതാണ് എപ്പോഴും വേണ്ടത്. ഒരു കൃതജ്ഞതയുള്ള ഒരാളാണെങ്കിൽ, നമ്മൾ ഒരാളിൽ നിന്ന് ഒരു 10 രൂപ മേടിച്ച് നമ്മൾ നന്ദിയോടെ ഓർത്തത് തിരിച്ചു കൊടുക്കില്ലേ? മനുഷ്യർ ആ ഒരു രൂപയ്ക്ക് നമ്മൾ, അല്ലെങ്കിൽ ഒരു സഹായത്തിന് നമ്മൾ കൃതജ്ഞതയോടെ ഓർക്കുന്നുണ്ടെങ്കിൽ, ഇത്രയ്ക്ക് നമ്മൾ നിലനിർത്തി കൊടുക്കുന്ന ആ ശക്തിയെ എന്തുകൊണ്ട് മറക്കുന്നു? ആ സ്മരണയാണ് നമ്മുടെ ഉള്ളിൽ തെളിയേണ്ടത്. അത് കൃതജ്ഞതയുള്ള ഒരു ആൾക്ക് ഒരിക്കലും അത് മറക്കാൻ സാധിക്കില്ല, വിസ്മരിക്കാൻ സാധിക്കുകയില്ല എന്ന് ഇവിടെ ധ്രുവൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ശ്ലോകം 9. ന്യൂനം വിമുഷ്ടമതയഃ തവ മായയാ തേ യേ ത്വാം ഭവാപ്യയ വിമോക്ഷണം അന്യഹേതോഃ അർച്ചന്തി കൽപ്പകതരും കുണഭ ഉപഭോഗ്യം ഇച്ഛന്തി യതു സ്പർശജം നിരയേയഭി നൃണാം. എന്നിട്ട് പറയാണ് ന്യൂനം, തീർച്ചയാണ്, വിമുഷ്ടമതഃ, അതായത് ബുദ്ധി നശിച്ച, മതാന്ന് വെച്ച ബുദ്ധി നശിച്ചവര്, തവ മായയാ തേ, ഭഗവാനെ അങ്ങയുടെ മായയിൽപ്പെട്ട് ബുദ്ധി നശിച്ചവർ, യേ അവരാരാണോ അവർ, ത്വം എന്ന് വെച്ചാൽ അങ്ങയെ, ഭവ അപ്യയ എന്ന് വെച്ചാൽ ജനനത്തിൽ നിന്നും മരണത്തിൽ നിന്നും, വിമോക്ഷണം മോചനത്തിന് മോക്ഷണം നേടാൻ കാരണഹേതുവായിരിക്കുന്ന അങ്ങയെ, അന്യഹേതോഹോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി, അർച്ചന്തി ഭജിക്കുന്നു. ഈ ഭൂമിയിലെ ജനന മരണ ചക്രത്തിൽ നിന്നും മോക്ഷം നേടാൻ ശരണാഗതി അടയേണ്ട ഒരേ ഒരു ഭഗവാൻ അങ്ങാണ്, ഒരേ ഒരു ശക്തി അങ്ങാണ്. അങ്ങനെയുള്ള അങ്ങയെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി, അന്യഹേതോഹോ, നമ്മൾ ഈ ഭൂമിയിലെ ഭൗതികമായ സുഖസൗകര്യങ്ങൾ, എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം, എനിക്ക് അങ്ങനെ നേടണം, എനിക്ക് ഇങ്ങനെ നേടണം, അതുണ്ടാക്കണം, ഇതുണ്ടാക്കണം, അവിടെ ജയിക്കണം, ഇന്നൊക്കെയുള്ള ലാഭം വേണം, ജയിക്കണം എന്നൊക്കെയുള്ള മറ്റ് ആഗ്രഹങ്ങൾക്ക് വേണ്ടി അങ്ങ്, ആ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് ഭഗവാന്റെ മായയിൽപ്പെട്ട്, അങ്ങയുടെ മായയാൽ ബുദ്ധി നശിച്ചവരായി ഇതിനൊക്കെ വേണ്ടി ഭഗവാനെ അർച്ചിക്കുന്നു വെച്ചാൽ ഭജിക്കുന്നു. ഇത് എന്നിട്ടൊരു ഉദാഹരണം പറയാണ്. കൽപ്പകതരും, എല്ലാം നൽകുന്ന, എന്ത് ചോദിച്ചാലും നൽകുന്ന ഒരു കൽപ്പവൃക്ഷം കയ്യിൽ കിട്ടുമ്പോൾ, കുണഭ ഉപഭോഗ്യം,
ഈ ശരീരത്തിൻ്റെ സുഖത്തിനും സംതൃപ്തിക്കും വേണ്ടിയുള്ള കാര്യങ്ങൾ ആഗ്രഹിച്ച് ആ കൽപ്പവൃക്ഷത്തിൽ നിന്നും അനുഭവിക്കുന്നത് പോലെ ഇച്ഛന്തി എന്ന് വെച്ചാൽ ആഗ്രഹിച്ച് ആ കൽപ്പവൃക്ഷത്തിൽ നിന്നും അതൊക്കെ ചോദിച്ച് സുഖത്തോടു കൂടി ജീവിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് ഇതെന്ന്. നമ്മുടെ കയ്യിലൊരു കൽപ്പവൃക്ഷം എന്ത് ചോദിച്ചാലും നമുക്ക് തരുന്ന ഒരു കൽപ്പവൃക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഭൗതിക ലൗകിക വിഷയത്തിൽ ആസക്തനായ ഒരു മനുഷ്യനിക്ക് വീട് വേണം, അത് വേണം, ഇത് വേണം, വലിയ ജോലി വേണം, സമ്പാദ്യം വേണം, കാറ് വേണം, ഇങ്ങനെയുള്ള വിഷയങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ കൽപ്പവൃക്ഷത്തോട് ചോദിച്ചാൽ അതൊക്കെ കിട്ടും എന്ന് പറഞ്ഞ് അതൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പോലെയാണ് ഇത്. മോക്ഷം നൽകാൻ കാരണഹേതുവായിരിക്കുന്ന ഭഗവാനോട് മോക്ഷം ആവശ്യപ്പെടാതെ ഈ മറ്റുള്ള ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അങ്ങയുടെ മായയിൽപ്പെട്ട് ഭഗവാനെ പൂജിക്കുന്ന മനുഷ്യർ ഇതുപോലെയാണ്. അവർ മനസ്സിലാക്കണില്ല യത് സ്പർശജം, അവർ ഈ ആഗ്രഹിക്കുന്ന ഈ ഭൗതിക സുഖങ്ങളൊക്കെ ഉണ്ടല്ലോ, നൃണാം മനുഷ്യർക്ക് നിരയേ അഭി, നരകത്തിൽ ചെന്നാലും കിട്ടുന്നു. ഈ സുഖങ്ങളൊക്കെ, ഈ ഭൗതിക സുഖങ്ങളൊക്കെ മനുഷ്യർക്ക് നരകത്തിൽ ചെന്നാലും കിട്ടും. കിട്ടാത്തതൊന്നാണ് ഒരേ ഒരു കാര്യം, എവിടെ പോയാലും കിട്ടാത്ത ഒരേ ഒരു കാര്യമുള്ളൂ, മുക്തി. ഈ ഭൂമിയിലെ ജനന മരണ ചക്രത്തിൽ നിന്നുള്ള മുക്തി. ആ മുക്തി നേടണമെങ്കിൽ അതാണ് നമ്മൾ ഭഗവാനോട് ചോദിക്കേണ്ടത്. അത് ചോദിക്കേണ്ട സമയം അത് ചോദിക്കാതെ ഈ ഭൗതിക മായയിൽപ്പെട്ട് ഇവിടത്തെ മാനാഭിമാന ചിന്ത, ഇവിടെ വലിയവനായിട്ട് ജീവിക്കണം എന്നൊക്കെ കരുതിയിട്ട് കുറേ ഭൗതിക ശരീര സുഖത്തിനും സംതൃപ്തിക്കും വേണ്ടി നമ്മുടെ കയ്യിലൊരു എന്തും കിട്ടുന്ന ഒരു കൽപ്പവൃക്ഷം ഉണ്ടാകുമ്പോൾ അതിൻ്റെ കയ്യിൽ നിന്ന് പരമാവധി സുഖങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന മനുഷ്യൻ മായയിൽപ്പെട്ട് ബുദ്ധി നശിച്ചവനാണ്. കാരണം അവൻ മനസ്സിലാക്കുന്നില്ല ഈ സുഖങ്ങളൊക്കെ ഏത് നരകത്തിൽ നിന്നും കിട്ടുന്നതാണെന്ന്. ഇതൊന്നും ശാശ്വതമല്ല. എന്തും അനുഗ്രഹിച്ചു തരുന്ന ഒരു ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ചോദിക്കേണ്ടത് മുക്തിക്ക് യോഗ്യമാകുന്ന ഒരു ജന്മം നൽകണേ, അങ്ങനെ മനസ്സും ശരീരവും ബുദ്ധിയും പ്രവർത്തിക്കുന്ന ഒരു ജന്മം നൽകണേ എന്നാണ് ഭഗവാനോട് യാചിക്കേണ്ടത് എന്ന് പറയുകയാണ്. ഇനി ശ്ലോകം 10. യാ നിർവൃതി തനുഭൃതാം തവ പാദ പത്മധ്യാനാത് ഭവജന കഥാശ്രവണേന വാ സ്യാത് സാ ബ്രഹ്മണി സ്വമഹിമനി അഭി നാഥ മാ ഭൂത് കിം തു അന്തക അസി ലുളിതാത് പതതാം വിമാനാത്. എന്നിട്ട് ധ്രുവൻ പറയുകയാണ്, യാ നിർവൃതി, ഏതൊരു പരമാനന്ദം ഉണ്ടല്ലോ അത് തനുഭൃതാം, ശരീരികൾക്ക്, ശരീരത്തിലിരിക്കുന്നവർക്ക് അനുഭവിക്കാൻ കഴിയുന്ന പരമാനന്ദം എന്ന് പറയുന്നത് തവ പാദ പത്മധ്യാനാത്, ഭഗവാന്റെ തൃപ്പാദങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിക്കുമ്പോൾ കിട്ടുന്ന ഒരു പരമാനന്ദം. ഇനി അതുമാത്രമല്ല, ഭവജന കഥാശ്രവണേന, ഭഗവാന്റെ ഭക്തന്മാരിലൂടെ ഭക്തന്മാർ പറഞ്ഞു തരുന്ന ഭഗവത് കഥകൾ കേൾക്കുമ്പോൾ കിട്ടുന്ന, ഉള്ളിൽ കിട്ടുന്ന ഒരു മനസ്സുഖം ഉണ്ടല്ലോ, ഒരു പരമാനന്ദം. ഇത് വാസ്യാദ് എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ അനുഭവിക്കാൻ കിട്ടുന്ന ആ പരമാനന്ദം ബ്രഹ്മണി സ്വമഹിമനി അഭി, ബ്രഹ്മണി സ്വമഹിമനി, ഭഗവാന്റെ യഥാർത്ഥ മഹാത്മ്യമാകുന്ന ആ നിർഗുണ പരബ്രഹ്മം എന്ന അവസ്ഥയെ പ്രാപിച്ചാൽ പോലും നാഥ, അല്ലയോ ഭഗവാനെ, മാ ഭൂത്, ഈ സുഖം കിട്ടില്ല എന്ന്. അതായത് മോക്ഷം നേടണം എന്ന് ആഗ്രഹിച്ചാൽ പോലും അതിനു വേണ്ടി അത് കിട്ടിയാൽ പോലും അതിലും വലിയ സുഖാണെന്ന് ധ്രുവൻ പറയുകയാണ്. അതിലും വലിയ സുഖമുണ്ടല്ലോ, കണ്ണടച്ച് ഭഗവാന്റെ തൃപ്പാദങ്ങളെ മനസ്സിൽ കണ്ട് ഒരു ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് ജീവിക്കുക, കണ്ണടച്ച് ഭഗവാന്റെ തൃപ്പാദങ്ങളെ മനസ്സിൽ കണ്ട് ധ്യാനിച്ച് മനസ്സടങ്ങി ശാന്തമാകുമ്പോൾ കിട്ടുന്ന ഒരു സുഖവും, ഭഗവാന്റെ ഒരു ഭക്തൻ പറഞ്ഞു തരുന്ന ഭഗവത് കഥാശ്രവണം കേൾക്കുമ്പോൾ മനസ്സിനുണ്ടാകുന്ന ഒരു സുഖവും, ഇതിന് തുല്യമായ ഒരു സുഖം മുക്തി കിട്ടിയാൽ പോലും മാ ഭൂത് എന്ന് വെച്ചാൽ സംഭവിക്കില്ല എന്ന്. അത്രയ്ക്കും പോലും സുഖം കിട്ടില്ല, അത്രയേറെ സുഖമാണ് ഇങ്ങനെ ജീവിക്കുമ്പോൾ കിട്ടുന്നത് എന്ന്. എന്നിട്ട് പറയാണ് കിം തു എന്ന് വെച്ചാൽ എന്ത് കാര്യം എന്നർത്ഥം എന്ന് പറയുന്നത്. കിം തു അന്തക അസി, മരണത്തിൻ്റെ വാളുകൊണ്ട് ലുളിതാത്, ഛേദിക്കപ്പെടുകയാണെന്ന്, വിമാനാത്ത്, സ്വർഗത്തിൽ നിന്നും പതതാം, താഴെ പതിച്ചാലും. അതായത് മരിച്ചു കഴിഞ്ഞ് പുണ്യങ്ങളൊക്കെ ചെയ്ത ആത്മാവാണെങ്കിൽ, സൂക്ഷ്മ ശരീരമാണെങ്കിൽ സ്വർലോകത്തിൽ പോവും, ഒരുപാട് പാപം ചെയ്തവരാണെങ്കിൽ നരകത്തിലേക്കും പോവും, അധോ ലോകങ്ങളിലേക്കും പോവും, പുണ്യം ചെയ്തവർ ഊർധ്വലോകങ്ങളിൽ പോവും. എന്നിട്ട് അവിടെ നിന്ന് ഈ പുണ്യമൊക്കെ നശിക്കുമ്പോൾ ഇവർ തിരിച്ചെവിടേക്ക് തന്നെയാണ് വരുന്നത്? ഭൂമിയിലേക്ക് തന്നെ വരുന്നത്. അതാണ് പറയുന്നത് അന്തക അസി, മരണമാകുന്ന വാളുകൊണ്ട് ലുളിതാത്ത്, ഛേദിക്കപ്പെടുമ്പോൾ, വിമാനാത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഊർധ്വലോകങ്ങളിൽ നിന്നും സ്വർലോകങ്ങളിൽ നിന്നും പതതാം, പുണ്യം തീരുമ്പോൾ വീണ്ടും താഴേക്ക് ഭൂമിയിലേക്ക് വന്ന് പതിക്കുന്നു. കിം തു, അപ്പം പിന്നെ അവരുടെ കാര്യം പറയണോ എന്ന്.
മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് പോലും ഈ സുഖം കിട്ടില്ല എന്ന് പറയുന്നത്, മോക്ഷം ആഗ്രഹിച്ച് ഭൂമിയിൽ സത്കർമ്മങ്ങൾ ചെയ്ത് ഈഗോ അഹങ്കാരമില്ലാതെ ജീവിക്കുന്ന സൂക്ഷ്മ ശരീരം, മരണശേഷം സൂക്ഷ്മ ശരീരം പടിപടിയായിട്ടുള്ള മുക്തിയാണല്ലോ. അപ്പോൾ സ്വർലോകങ്ങളിൽ പോവും, പിന്നെ അവിടെ നിന്ന് അടുത്ത ലോകത്ത് പോവും, അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെയാണ് സത്യലോകം വരെ എത്തുക. ഈ പോകുന്നതിൻ്റെ ഇടയിൽ ഇവരുടെ ഉള്ളിൽ ഒരു ഇത്തിരി ഈഗോ പൊന്തിയാൽ ഇവരുടെ പുണ്യം നശിക്കുമ്പോൾ ഇവർക്ക് എന്താ സംഭവിക്കുക? വീണ്ടും ഇവർ ഭൂമിയിൽ വന്ന് പിറക്കും. അപ്പോൾ ഈ സ്വർലോകത്ത് വസിക്കുന്നവർ പൂർണ്ണ സന്തോഷവാന്മാരാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം ഊർധ്വലോകങ്ങളിൽ വസിക്കുന്നവർക്കറിയാം ഒരു സമയത്ത് എൻ്റെ ഈ പുണ്യം തീരുമ്പോൾ ഞാൻ ചെയ്ത പാപകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ ഭൂമിയിൽ വീണ്ടും വന്ന് പിറക്കേണ്ടി വരുമെന്ന് ഈ സ്വർഗത്തിൽ വസിക്കുന്നവർക്ക് അറിയാമെന്നും. അതുകൊണ്ട് അവർ പൂർണ്ണ സന്തോഷവാന്മാരാണോ? അല്ല, അവരല്ല. ഇനി നിർഗുണ പരബ്രഹ്മത്തിൽ ലയിച്ചു ചേരുന്ന ആ ഒരു മുക്തി എന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടെയും ഒരു ആനന്ദം പോലും അനുഭവിക്കാനില്ലാത്തൊരവസ്ഥയാണ്. അത്രയും വലിയൊരവസ്ഥ. ഇനി മുക്തി, പൂർണ്ണമുക്തി എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നുമില്ലാത്ത ശൂന്യതയാണല്ലോ. അപ്പം അത് അങ്ങോട്ട് പോയി. പിന്നെ ഊർധ്വലോകങ്ങളിലൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ അവിടെയുള്ളവർ പൂർണ്ണ സന്തോഷവാന്മാരല്ല. പുണ്യം ചെയ്തതിൻ്റെ ഫലമാണ് അവർ ഊർധ്വലോകങ്ങളിൽ ഇരിക്കുന്നത്. ആ പുണ്യം നശിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെയ്ത കർമ്മപ്രാരാബ്ദങ്ങൾ ഉണ്ടെങ്കിൽ അതനുഭവിക്കാൻ വീണ്ടും അവർക്ക് ഭൂമിയിലേക്ക് വന്ന് പതിക്കേണ്ടി വരും, അല്ലെങ്കിൽ അധോലോകങ്ങളിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അവർക്കത് അറിയാം. അതുകൊണ്ട് അവരും പൂർണ്ണ സന്തോഷത്തിലാണോ? അല്ല. അപ്പോൾ ധ്രുവൻ പറയാൻ എനിക്ക് മുക്തിയും വേണ്ട, ഊർധ്വലോകങ്ങളിലേക്ക് പോകാനുള്ള ഭാഗ്യവും വേണ്ട, ഒന്ന് മാത്രം മതി. ഭൂമിയിൽ എത്ര ജന്മങ്ങൾ വേണമെങ്കിലും തന്നോളൂ. പക്ഷേ ഈ ഒരു മനസ്സ്, ഈ ഒരു 5 മാസം ചെയ്തപ്പോൾ കിട്ടിയ ഒരു സുഖമുണ്ടല്ലോ, ആ ഒരു മനസ്സടങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ശാന്തത, അതുപോലെ ഭഗവാന്റെ കഥാശ്രവണത്തെ, ഭഗവത് ഭക്തൻ പറഞ്ഞു തരുന്ന ഭഗവത് മഹാത്മ്യം നിറഞ്ഞ കഥാശ്രവണം കേൾക്കുമ്പോഴുണ്ടാകുന്ന ഒരു പരമാനന്ദം, ഈ രണ്ടിലൂടെയും കിട്ടുന്ന ആ പരമാനന്ദമാകുന്ന അവസ്ഥയെ അനുഭവിച്ച് ജീവിക്കാൻ ഈ ഭൂമിയിൽ എത്ര ജന്മം എനിക്ക് വേണമെങ്കിലും തന്നോളൂ, എനിക്കത് മാത്രമേ ആഗ്രഹമുള്ളൂ എന്ന് ധ്രുവൻ. ഭൂമിയിൽ ജനിച്ചോട്ടെ, എത്ര ജന്മം, മുക്തിയും വേണ്ട, ഊർധ്വലോകങ്ങളിൽ എത്തും വേണ്ട. കാരണം ഊർധ്വലോകങ്ങളിൽ ഉള്ളവർ പൂർണ്ണ സംതൃപ്തരല്ല. അവർക്കറിയാം പുണ്യം തീരുമ്പോൾ തിരിച്ചു വരേണ്ടി വരുന്നു. അപ്പോൾ അവരനുഭവിക്കുന്ന സുഖം ശാശ്വതമല്ല. മുക്തി എന്ന് പറഞ്ഞാൽ ശൂന്യതയാണ്, അവിടെയുമില്ല. എനിക്ക് വേണ്ടത് ഈ ഒരു സുഖമാണ്. അതായത് ഈ കഥാശ്രവണം കൊണ്ട് കിട്ടുന്ന ശാന്തതയും ആനന്ദവും, അതുപോലെ ഈ ധ്യാനത്തിലൂടെ മനസ്സടങ്ങുമ്പോൾ കിട്ടുന്ന പരമാനന്ദവും, ഈ ആനന്ദത്തെ അനുഭവിച്ച് ഈഗോ ഇല്ലാതെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ശരണാഗതി അടഞ്ഞ് ജീവിക്കാൻ യോഗ്യതയുള്ള എത്ര ജന്മം വേണമെങ്കിലും ഈ ഭൂമിയിൽ തന്നോളൂ ഭഗവാനെ, അത്രയും സുഖം മറ്റൊന്നിനുമില്ല എന്ന് ഞാൻ അറിയുന്നു. ഇതാണ് ധ്രുവൻ പറഞ്ഞത്. മനസ്സിലായേ? 10 ശ്ലോകം മതി, ബാക്കി നമുക്ക് നാളെ നോക്കാം.